കേരള സർവകലാശാല VC രജിസ്ട്രാർ തർക്കത്തിൽ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും മുരളീധരൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവം പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി കെ രാജൻ. ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി പ്രശ്നമുണ്ടായതിനു ശേഷം വിളിച്ചിട്ടും ADGP ഫോണെടുത്തില്ലെന്നും മന്ത്രി. രാമായണ മാസാചരണത്തിന് തുടക്കമായി. വടക്കുനാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് നടന്ന ആനയൂട്ടിൽ സാക്ഷ്യം വഹിച്ച് ജനസാഗരം. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ മണിക്കൂറുകളോളം നീണ്ടു. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗതക്കുരുക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കൊഴുക്കുള്ളിയിൽ വീടിടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചേറ്റുവയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല VC രജിസ്ട്രാർ തർക്കത്തിൽ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. SFIയെയും DYFIയെയും ഇളക്കിവിട്ട് സമരാഭാസം നടത്തുന്നത് സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുവെക്കാനാണെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി ഗവർണറുമായി സംസാരിച്ച് കുട്ടികളെ രക്ഷിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം ആകെ തകർന്ന് തെരിപ്പണായിരിക്കുക. അതിൽ ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം. ഇപ്പോൾ രജിസ്ട്രാറുടെ സെനറ്റ് ഹാളിലെ നടപടിയെ ഞങ്ങൾ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭരണപരാജയത്തിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും ഞങ്ങൾ BJP എതിർക്കുന്നുവെന്ന് മേനി കാണിക്കാനും വേണ്ടിയിട്ടുള്ള സമരമാണ്. ചാൻസലറാണോ വിജയിച്ചത് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ വിജയിച്ചതെന്ന് ചോദിച്ചാൽ കുട്ടികൾ തോറ്റു. അവരുടെ ഭാവി നശിപ്പിക്കുക. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഗവർണറുമായി മുഖ്യമന്ത്രി സംസാരിച്ച് ഈ കുരുക്കിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണം. അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി കത്തയക്കും. 1-2 ഗവൺമെൻറ് കോളേജിൽ ഒഴികെ ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല. പിന്നെ എന്താണ് മന്ത്രി ബിന്ദു എന്ത് മേനിയാ നടിക്കുന്നത് അവിടെ? കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി വകുപ്പിനും സ്വകാര്യ മാനേജ്മെൻറ്റും 2 പേർക്കും കുറ്റമുണ്ട്. 2 കൂട്ടരും കൊണ്ട് ഒരു കുട്ടീനെ കൊന്നു. അപ്പോൾ അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണം. ഇതുപോലുള്ള മറ്റ് വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് അടിയന്തരമായിട്ട് അന്വേഷിക്കുമാണ്. അത് പ്രൈവറ്റ് എന്നോ സർക്കാരെന്നോ നോക്കാതെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നിലപാട് സ്വീകരിക്കണം. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് വേണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ മൊഴി നൽകി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് മൊഴി നൽകിയത്. ഗൂഢാലോചനയെ സഹായിക്കുന്ന രീതിയിലായിരുന്നു പൂര ദിവസം പോലീസിന്റെ നടപടികളെന്നാണ് മന്ത്രിയുടെ മൊഴി. അന്ന് തൃശൂരിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെയും മന്ത്രി രാജൻ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. പൂരത്തിന് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് സംശയിക്കുന്നതായി MR അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ പ്രശ്നം ഉണ്ടായ ശേഷം താൻ വിളിച്ചെങ്കിലും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നുമാണ് മന്ത്രിയുടെ മൊഴി. നേരത്തെയും ഈ വിവരം മന്ത്രി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. DIG തോംസൺ ജോസിന് മുന്നിലും മന്ത്രി ADGPക്കെതിരെ മൊഴി നൽകി. ശക്തന്റെ തട്ടകത്തിൽ കർക്കിടകം പുലർന്നത് രാമായണ പാരായണത്തോടൊപ്പം ആനകളുടെ ചങ്ങലക്കിലുക്കവും കേട്ടാണ്. ഗണേശപ്രീതിക്കായി ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ആനയൂട്ടിലും ഗജപൂജയിലും 63 ആനകൾ പങ്കെടുത്തു. കർക്കിടക പുലരിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനകൾക്ക് വിരുന്നൂട്ടായിരുന്നു. കർക്കിടക പുലരിയിൽ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ സംഗമമായിരുന്നു. വടക്കുന്നാഥനെ വണങ്ങി ആനയൂട്ടിനായി കരിവീരക്കൂട്ടം നിരന്നപ്പോൾ ആനകളെ ഊട്ടാൻ ആനപ്രേമികളും ഭക്തരും ഒഴുകിയെത്തി. രാവിലെ മുതൽ തന്നെ സഹ്യപുത്രന്മാർ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ കുളിച്ച് കുറിതൊട്ട് പൂമാലകൾ അണിഞ്ഞ് അനുസരണയുള്ള കുട്ടികളെപ്പോലെ അണിനിരന്നു. ഊട്ടാനുള്ള വിഭവങ്ങൾ മുന്നിലേക്ക് എത്തിയതോടെ പല ആനകളുടെയും ക്ഷമ നശിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഇവ കിട്ടാനായി തിടുക്കം. രാവിലെ 10 മണിയോടെ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി പിതൃക്കോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ
പിന്നീട് ഭക്തരും ആനപ്രേമികളും ആനകളെ വിരുന്നൂട്ടാൻ മത്സരിച്ചു. ഗജവീരന്മാരുടെ പെരുവയർ നിറയ്ക്കാൻ മഞ്ഞൾ, നെയ്യ്, ഔഷധക്കൂട്ടുകൾ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ ഉണക്കല്ലരിച്ചോറും ഗണപതി ഹോമപ്രസാദം, കരിമ്പ്, ഉണ്ടശർക്കര, കൈതച്ചക്ക, പഴം, വെള്ളരിക്ക, ചോളം എന്നിവയും കുട്ടികളടക്കമുള്ളവർ നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ഗായകൻ വിജയ് യേശുദാസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ തുടങ്ങി പിടിയാനകളടക്കം 63 ആനകളാണ് ഇത്തവണ ഊട്ടിൽ പങ്കെടുത്തത്. ഭക്തർ നൽകിയ പ്രസാദങ്ങളും മറ്റും ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെ ഉള്ളൂ എങ്കിലും അതെല്ലാം മതിവരുവോളം കഴിച്ചാണ് കരിവീരക്കൂട്ടങ്ങൾ ശക്തന്റെ തട്ടകത്തിൽ നിന്ന് മടങ്ങിയത്. ക്യാമറമാരായ കൃഷ്ണകുമാർ K മലയിലിനും ഷിബി പോട്ടോരിനും പ്രവീണിനും ആഷിഖ് വേലൂരിനുമൊപ്പം ശ്രീകേഷ് വളാനിക്കര TC ന്യൂസ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക്
ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിക്കും തിരക്കും കൂടാതെ തൊഴാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കടന്ന് ദർശനം നടത്തിയ ശേഷം പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്കിറങ്ങാം. പിന്നെ തീർത്ഥകുളം വലം വെച്ച ശേഷം കിഴക്കേ നടയിലെത്തും. കിഴക്കേ നടയിലാണ് പ്രസാദ വിതരണം നടക്കുക. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്ക് ഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമ്മലിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണ വിതരണവും ഉണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ 2000-ഓളം പേർക്ക്, ഒഴിവു ദിവസങ്ങളിൽ 5000-ഓളം പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മഴ കനത്തതോടെ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ചിറങ്ങരയിലും മുരിങ്ങൂരുമാണ് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. രണ്ടിടത്തും ചെളിയാണ് ഇപ്പോഴത്തെ പ്രധാന വില്ലൻ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴയത്ത് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. അതീവ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടും. ചെളിയിൽ തന്നെ മാറി പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. കാടുകുറ്റി, മേലൂർ പഞ്ചായത്തുകളിലെ ഗ്രാമ റോഡുകളിലൂടെ ബദൽ സംവിധാനം എന്ന നിലയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡുകളെല്ലാം തകർന്നതിനാൽ പലരും ഇതുവഴി പോകാൻ മടിക്കുകയാണ്. ഇതും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടി. ഇന്ന് രാവിലെ ചാലക്കുടി ടൗൺ വരെ ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. ആംബുലൻസുകൾക്ക് പോലും യഥാസമയം സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരും നട്ടം തിരിയുകയാണ്. സ്ഥിരം മഴ പെയ്യുന്നതിനാൽ അടിപ്പാതയുടെ നിർമ്മാണവും മെല്ലെ പോക്കിലായി. TCV ന്യൂസ്, ചാലക്കുടി. അമലാനഗർ പൂങ്കുന്നം റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ മുതൽ പുഴയ്ക്കൽ ജംഗ്ഷൻ വരെ ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തിയാണ് ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നത്. ഇതിന് പുറമെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതും വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കാൻ ഇടയാകുന്നുണ്ട്. റോഡിന്റെ പകുതി ഭാഗം അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഏതാനും ദിവസം മുൻപ് സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയിരുന്നു. ഓണത്തിന് മുൻപ് റോഡ് തുറന്നുകൊടുക്കുവാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. തൃശൂരിൽ ശനി, ഞായർ ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. കൊഴുക്കുള്ളി പട്ടിളം മൂലയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചെന്തറ വീട്ടിൽ രാജന്റെ പേരക്കുട്ടികളായ വരുൺ, വസുദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ കുട്ടികളെ തൃശൂരിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് വിള്ളൽ വീണതിനെ തുടർന്ന് വീട്ടുകാർ ഇന്നലെ രാത്രി തന്നെ താമസം മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് വീട് ഇടിഞ്ഞ് അപകടമുണ്ടായത്. ചേറ്റുവ അഴിമുഖത്തിന് പടിഞ്ഞാറ് വെള്ളം മറിഞ്ഞ് കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. കയ്പമംഗലം കൂരിക്കുഴി നെച്ചിപ്പറമ്പിൽ അൻസലിനാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. വലപ്പാട് കഴിമ്പ്രം സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടിരുന്നു. പിന്നീട് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും അൻസലിനെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. ആമ്പലൂർ വരന്തരപ്പിള്ളി റോഡിൽ വെണ്ടോർ കനാൽ സ്റ്റോപ്പിന് സമീപം കേബിൾ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. വരന്തരപ്പിള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ഉസ്താദ് എന്ന സ്വകാര്യ ബസ്സാണ് കുഴിയിൽ താഴ്ന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം. ബസിന്റെ മുൻചക്രം പൂർണ്ണമായും കുഴിയിൽ താഴ്ന്ന് ബസ് ഒരു വശത്തേക്ക് ചരിഞ്ഞെങ്കിലും ആർക്കും പരിക്കില്ല. മാസങ്ങൾക്ക് മുൻപ് കേബിൾ സ്ഥാപിച്ച കാനകൾ കൃത്യമായി മൂടാത്തതാണ് അപകടത്തിന് കാരണമായത്. തിരക്കേറിയ റോഡിന്റെ വശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനും കേബിൾ ഇടുന്നതിനുമായി തീർത്ത കാനകളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായിരിക്കുകയാണ്.
ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. മൊബൈൽ ഫോണിൽ വിളിച്ചയാൾക്ക് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകിയ യുവാവിനാണ് 40,000 രൂപ നഷ്ടമായത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ക്രെഡിറ്റ് കാർഡ് വാലിഡിറ്റി കഴിയാറായെന്നും ഇത് പുതുക്കാനായി വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ വന്നത്. ഇത് വിശ്വസിച്ച യുവാവ് എല്ലാ വിവരങ്ങളും കൈമാറി. തുടർന്ന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത PM കിസാൻ യോജന എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനും വിളിച്ചയാൾ നിർദ്ദേശം നൽകി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ 2 തവണയായി ക്രെഡിറ്റ് കാർഡിലൂടെ 40,000 രൂപ നഷ്ടപ്പെട്ടു. ഇയാളുടെ വാട്സപ്പും തട്ടിപ്പുകാരൻ ഹാക്ക് ചെയ്തു. വാട്സപ്പ് നമ്പറിൽ നിന്നും പല ഗ്രൂപ്പുകളിലേക്കും PM കിസാൻ യോജന എന്ന വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട യുവാവ് സൈബർ പോലീസിനും കയ്പമംഗലം പോലീസിനും പരാതി നൽകി. TCV ന്യൂസ്, കയ്പമംഗലം. തിരുവില്ലാമലയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരിക്കുളത്ത് താമസിക്കുന്ന തരൂർ പഴമ്പാലക്കോട് സ്വദേശിയായ ബാലന്റെ മകൻ 46 വയസ്സുള്ള ശിവപ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയന്നൂർ CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പിണറായി സർക്കാരിന്റെ ഭരണം ഏറ്റവുമധികം ദുരിതം നൽകിയത് സ്ത്രീകൾക്കാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും ആദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷരീഫ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സംവിധായകൻ ദീപു കരുണാകരൻ, MK അബ്ദുൾ സലാം, PK ഷംസുദ്ദീൻ, ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, സുന്ദരൻ കുന്നത്തുള്ളി, TM കുഞ്ഞുമൊയ്തീൻ, T നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. 10 വർഷക്കാലം മുമ്പ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിയുന്ന സമയത്ത് കേരളത്തിലുള്ള പഴയന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഴയന്നൂർ എളനാട് മണ്ഡലങ്ങളായി വിഭജിച്ചു. പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് T മുകുന്ദൻ അധ്യക്ഷനായി. തുടർന്ന് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റായി PC മനോജും എളനാട് മണ്ഡലം പ്രസിഡന്റായി C ശ്രീകുമാറും ചുമതലയേറ്റു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, DCC ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാൽ മേനോൻ, C സുലൈമാൻ, സനീഷ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രേക്ക് തകരാറിനെ തുടർന്ന് മെമു ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റോളം പിടിച്ചിട്ടു. തകരാറ് ശരിയാക്കിയതിനു ശേഷം യാത്ര തുടർന്നു. രാവിലെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന 6631 നമ്പർ മെമു തീവണ്ടിയാണ് 4:42 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. തുടർന്ന് തീവണ്ടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്കിന് ചെറിയ തോതിൽ തകരാറുണ്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റും റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും ട്രെയിൻ പരിശോധിച്ചു. തുടർന്ന് തകരാർ പരിഹരിച്ചതിനു ശേഷം 5 മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു. LDF BJP കൂട്ടുകെട്ട് ആരോപിച്ചും വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ചും കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി TM നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. VM ജോണി, VM മൊഹിറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 15 സെന്റിൽ പട്ടയം ലഭിച്ച സന്തോഷത്തിലാണ് കാളിയമ്മ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകി. തിരുവല്ലോമല പാമ്പാടി വില്ലേജ് കൊളമ്പിൽ കൊല്ലാക്കക്കുന്നത്ത് വീട്ടിൽ പരേതനായ ചാമിയുടെ ഭാര്യ കാളിക്ക് 101 വയസ്സായി. ഇവരുടെ പട്ടയം വാങ്ങാനാണ് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ മകൾ കോമളത്തിനും മരുമകൻ വിജയനുമൊപ്പം എത്തിയത്. ചാമിയും കാളിയും അടുത്തുള്ള വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അന്ന് 45 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. എന്നാൽ ആധാരം നൽകിയിരുന്നില്ല. തുടർന്ന് ഇവർ നിരവധി സ്ഥലങ്ങളിൽ ആധാരത്തിനു വേണ്ടി കയറി ഇറങ്ങി. ഇതിനിടയിൽ 15 സെന്റിന്റെ ആധാരം ശരിയായി വന്നപ്പോൾ ചാമി മരിച്ചു. കാളിയമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് വാങ്ങിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ആ അവസരം ഒത്തുവന്നത്. പ്രായത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ കോണിപ്പടികൾ കയറി മുകളിലെത്തി രേഖകൾ കൈപ്പറ്റിയപ്പോൾ താനും ഒരു ഭൂ ഉടമയായ സന്തോഷത്തിൽ മനസ്സു നിറഞ്ഞു ചിരിച്ചു കാളിയമ്മ. TCV ന്യൂസ്, ചെറുതുരുത്തി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ.
ഇത് ബഫറോഫിയ. അയ്യോ പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സെന്റ് മേരീസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ കോളേജ് അങ്കണത്തിലാണ് മേള നടക്കുക. രാവിലെ 9-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഡെപ്യൂട്ടി മേയർ ML റോസി തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. ബാങ്കിംഗ്, ഫിനാൻസിംഗ്, ഇൻഷുറൻസ്, IT, ഓട്ടോമൊബൈൽ തുടങ്ങി വിവിധ മേഖലകളിലായി 800-ലധികം തൊഴിൽ അവസരങ്ങളുമായാണ് മേള നടക്കുക. വെക്കേഷണൽ ഗൈഡൻസ് വിഭാഗം എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജു ലോനപ്പൻ, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മീന K. ചെറുവത്തൂർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടാലി, ഡൊമിനിക്, ഡോക്ടർ ജിനു, ജോസി B, അജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീ കുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക കന്നി വിതരണം ആരംഭിച്ചു. വിദ്യാപ്രകാശിനി സഭ പ്രസിഡന്റ് CG ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PP ജ്യോതിർമയൻ, ട്രഷറർ IL ബൈജു എന്നിവർ സംസാരിച്ചു. പാലിയക്കര ടോൾ ബൂത്തിൽ പ്രതിഷേധവുമായി വ്യവസായി. ഗതാഗതക്കുരുക്കിൽ ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലായിരുന്നു പ്രതിഷേധം. NTC ഗ്രൂപ്പ് MD വർഗീസ് ജോസാണ് ടോൾ ബൂത്തിൽ കാർ നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ കൊടകര പേരാമ്പ്രയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വർഗീസ്. വീട്ടിൽ നിന്നും കൃത്യസമയത്ത് ഇറങ്ങിയെങ്കിലും ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് കാരണം വൈകി. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ടോൾ തരുന്നതെന്നും താൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും വികാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നും അദ്ദേഹം ജീവനക്കാരോട് ചോദിച്ചു. ഏറെ സമയം ബൂത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചെങ്കിലും ടോൾ അധികൃതർ മറ്റൊരു ബൂത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു. അരമണിക്കൂർ കൊണ്ടെത്തേണ്ട സ്ഥലമായിരുന്നിട്ട് പോലും 1.5 മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത്. ഇതുമൂലം ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും വർഗീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരിൽ നിന്നും പരാതി ലഭിച്ചിട്ടില്ലെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന V. കേശവന്റെ 2ാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MM സലീം, MK ജോസ്, NK കബീർ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് സുരേഷ് പാറയിലിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ കേരളവർമ്മ വായനശാലയിൽ നടന്ന ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ വായനാദിന സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് വികസനകാര്യ സമിതി ചെയർപേഴ്സൺ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, വാർഡംഗം G. മണികണ്ഠൻ, പ്രധാനാധ്യാപകൻ റോയ്, PTA പ്രസിഡന്റ് അനിൽകുമാർ, PTA പ്രസിഡന്റ് നിരോഷ വിജേഷ് എന്നിവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായി തുടക്കം. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. കർക്കിടക മാസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു. മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. വിജയലക്ഷ്മി, ബിന്ദു ഗണേശൻ, ശശികുമാർ കോടങ്കാടത്ത്, P. രാജൻ എന്നിവർ സംസാരിച്ചു. മർത്യനായവതരിച്ചോരു പുരുഷൻ ദേവൻ
ചിത്തമോഹനം രമണീ. വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിൽ രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി മൈലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു. കുറ്റിപ്പുഴ രവി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സേവാസമിതി പ്രസിഡന്റ് SR മുത്തുകൃഷ്ണൻ അധ്യക്ഷനായി. K വിജയൻ മേനോൻ, അഡ്വക്കേറ്റ് TS മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഒരുമനയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തങ്ങൾപടിയിൽ നടന്ന ധർണ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ET ഫിലോമിന, KH കയ്യമ്മു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K ആഷിത, ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മറവിൽ ചക്കംകണ്ടത്ത് ശുചിമുറി മാലിന്യം തള്ളാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ജില്ലാ പൗരാവകാശ വേദി ചാവക്കാട് താലൂക്ക് പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5-ന് ചക്കംകണ്ടം കായൽക്കടവ് റിസോർട്ടിൽ ചേരുന്ന ജനകീയ കൺവെൻഷനിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി സംഘടനകളുടെ നേതാക്കൾ പങ്കെടുക്കും. 20 കോടിയോളം രൂപ ചെലവഴിച്ച മാലിന്യ പ്ലാന്റ് സമ്പൂർണ്ണ പരാജയമാണെന്നും ഈ പദ്ധതിയുടെ മറവിൽ നടന്നിട്ടുള്ള അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നൌഷാദ് തെക്കുംപുറം, വർഗീസ് പാവറട്ടി, OJ ഷാജൻ, മുഹമ്മദ് സില, NJ ലിയോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവിലാമല വില്ലാതിരിനാഥ ക്ഷേത്ര പരിസരത്ത് ഉപയോഗശൂന്യമായി കാടുകയറി കിടന്നിരുന്ന ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കി നാടക പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ പുളയ്ക്കൽ ശശിധരൻ. ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് തിരുവിലാമല പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരവും കാട് വെട്ടി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും മാലിന്യങ്ങൾ നീക്കിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധ സൂചകമായാണ് ശശിധരൻ ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിയത്. വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AISSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DEO ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AISF ദേശീയ സെക്രട്ടറി P കബീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി മിഥു കോട്ടോക്കാരൻ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AISF സംസ്ഥാന കമ്മിറ്റി അംഗം സാനിയ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശ പത്രിക കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഇന്ന് രാവിലെ ഗുരുവായൂർ GUP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും കുട്ടിപ്പത്രത്തിന്റെ പ്രകാശനവും നടന്നു. പഠനത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം എന്ന ലക്ഷ്യത്തോടെ 5.5 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി തുടങ്ങുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടിപ്പത്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക ER സിന്ധു, PRC പ്രോഗ്രാം കോർഡിനേറ്റർ MD സംഗീത, ഡോക്ടർ NJ ബിനോയ്, PC സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി നിർണയ ക്യാമ്പ് ഈ മാസം 20-ന് കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ ജോർജ് കുരുവിള, ലൂർദ് ആശുപത്രി ലൈസൻ മാനേജർ സജി ജോബ്, വില്ലി മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി TK ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു.
കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാസപുരം മുപ്ലിയം റോഡരികിലെ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും വെട്ടിനീക്കി. വാസപുരം ലിഫ്റ്റ് ഇറിഗേഷൻ ഷെഡ് പരിസരവും പ്രവർത്തകർ വൃത്തിയാക്കി. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സിബി പൌലോസ്, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജോൺ വട്ടക്കാവിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എഡ്വിൻ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ALP സ്കൂളിലെ സൗരോർജ്ജ പദ്ധതിയുടെയും AC ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TK സതീശൻ, ഇരിങ്ങാലക്കുട AEO MS രാജീവ്, പ്രധാനാധ്യാപിക PM ജിൻസ, മാനേജർ T രമേശ്, PTA പ്രസിഡന്റ് PS സുനിൽ, സ്റ്റാഫ് പ്രതിനിധി CG അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആസ്മ, അലർജി, വിട്ടുമാറാത്ത ചുമ എന്നിവയുടെ രോഗനിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ J പാർവതി ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിയാസ് അഹമ്മദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, ജൂനിയർ ഹെൽത്ത് നഴ്സ് സിമി തുടങ്ങിയവർ സംസാരിച്ചു. പുലടി മൈത്രി ആർട്സ് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഔഷധക്കഞ്ഞി വിതരണം ഡോക്ടർ R ഭഗവതി അമ്മാൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സാജു കുണ്ടോളി, സെക്രട്ടറി K നാണു, വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ, മനോജ് കോർപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ഞാളിയിൽ നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് V വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പാനാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി തങ്കമ്മ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർമ്മല രവികുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ ശ്രീജ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ മുരിങ്ങുങ്ങൽ വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് BV പോക്കാക്കിലത്ത് അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, ആശാ വർക്കർമാരായ ലൈല ബഷീർ, സുലോചന അശോകൻ, അംഗനവാടി വർക്കർമാരായ സതീദേവി, ലിസി ബാബു, ബിന്ദു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. JB എഡ്യൂഫ്ലൈയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ MBBS എക്സ്പോ വെള്ളിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. JB എഡ്യൂഫ്ലൈയുടെ നേതൃത്വത്തിൽ MBBS പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ ഏറ്റവും വലിയ MBBS എക്സ്പോ 2025 പ്രദർശനമാണ് ജൂലൈ 18 തൃശൂരിലെ പേൾ റീജൻസിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോയിലൂടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള MBBS പഠന സാധ്യതകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാകും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ നീറ്റ് സ്കോറിൽ എങ്ങനെ പ്രവേശനം നേടാമെന്ന് വിശദീകരിക്കുന്ന സെമിനാറുകൾ നടക്കും. യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റുകളായ മറിയം ജലത്ത്, നിനോ കുർഷുബാത്സ് എന്നിവർ പങ്കെടുക്കുന്ന എക്സ്പോയിൽ അന്താരാഷ്ട്ര കരിയർ കോച്ചും JB എഡ്യൂഫ്ലൈയുടെ ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് മികച്ച അവസരമായിരിക്കും ഈ എക്സ്പോ. കൂടുതൽ വിവരങ്ങൾക്ക് 9048081700 6238689522. ഇന്ത്യയിലെ 5ാമത്തെ വലിയ ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളും ബാറ്ററി എനർജി സ്റ്റോറേജിൽ മുൻപന്തിയിലുമുള്ളവരുമായ പ്യുവർ ഇലക്ട്രിക്കലിന്റെ ജില്ലയിലെ ആദ്യത്തെ 2-വീലർ ഷോറൂമായ പ്യുവർ EV മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടൂരിൽ ധനലക്ഷ്മി ബാങ്കിന് എതിർവശത്ത് JJ ബിൽഡിംഗിലാണ് പ്യുവർ ഇലക്ട്രിക്കലിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്.
സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി, സർവീസ് സെന്ററിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപക്, സോളാർ ആൻഡ് ഹോം ഓട്ടോമേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലീല രാമകൃഷ്ണനിൽ നിന്ന് ആദ്യ വിൽപ്പന KT ജോസഫ് സ്വീകരിച്ചു. PP അച്യുതനിൽ നിന്ന് ആദ്യ ബുക്കിംഗ് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഏറ്റുവാങ്ങി. ഷോറൂം ഉടമ റോഗൻ ഡേവിഡ്, ഡയറക്ടർ ഡെൽഫി റോഗൻ, കുന്നംകുളം CCTV ചെയർമാൻ TV ജോൺസൺ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. നവീന മോഡലുകളിലുള്ളതും സാങ്കേതിക തികവാർന്നതുമായ നിരവധി ഇലക്ട്രിക് 2 വീലറുകൾ ഷോറൂമിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്യുവർ പവറിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗാർഹിക ആവശ്യങ്ങൾക്ക് 3, 5, 12, 20 കിലോ വാട്ടിലും കമേഴ്സ്യൽ പർപ്പസിന് 50 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെയും ഗ്രിഡ് പർപ്പസിന് മെഗാ കപ്പാസിറ്റികളിലും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ദിവസം ഇലക്ട്രിക് 2 വീലർ ബുക്ക് ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ സ്പെഷ്യൽ ഓഫറും ആദ്യം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന 100 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995678090 9567678090. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സർവകലാശാല VC രജിസ്ട്രാർ തർക്കത്തിൽ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും മുരളീധരൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവം പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി K രാജൻ. ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പ്രശ്നമുണ്ടായതിനു ശേഷം വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ലെന്നും മന്ത്രി. രാമായണ മാസാചരണത്തിന് തുടക്കമായി. വടക്കുനാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് നടന്ന ആനയൂട്ടിൽ സാക്ഷ്യം വഹിച്ച് ജനസാഗരം. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ മണിക്കൂറുകളോളം നീണ്ടു. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗതക്കുരുക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കൊഴുപ്പുള്ളിയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചേറ്റുവിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.